രാവിലത്തെ വലിയൊരു തിരക്കൊന്നും ഒഴിഞ്ഞു കിട്ടിട്ടോ. വേറൊന്നുമല്ല, പാർക്കുട്ടിയുടെ ചേട്ടന്മാർ സ്കൂളിലേക്കൊക്കെ പോയി. പാർക്കുട്ടി കുളിച്ച് റെഡിയായി അംഗൻവാടിക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട്. നമ്മുടെ ചോറ് കറി അടുക്കള പണി ഏകദേശം അടുക്കള ജോലികളൊക്കെ കഴിഞ്ഞു. ഇനി വലിയൊരു പണി എന്ന് പറഞ്ഞാൽ പാർക്കുട്ടിയെ അംഗൻവാടിയിലാക്കിയിട്ട് വേണം നമുക്ക് ഇവിടെയൊക്കെ ഇനി അടിച്ച് വൃത്തിയാക്കി തുടയ്ക്കാൻ. അതാണ് ഏറ്റവും വലിയ പണി. പാർക്കുട്ടി എന്ത് ചെയ്യണ്? അംഗൻവാടിക്ക് പോണ്ടേ? എന്തിനാ അംഗൻവാടി പോണ? മക്കള് സ്കൂളിൽ പോണതിൻ്റെ മുന്നേ എനിക്ക് തന്ന പണികളാണ് കേട്ടോ ഇത്. റൂം ബുക്സ് ആയാലും അതേപോലെ റൂമിൻ്റെ ഉള്ളായാലും ഡ്രസ്സുകളായാലും എല്ലാം വലിച്ചു വാരിയിട്ടിട്ട് അവർ സ്കൂളിൽ പോകുള്ളൂ. നമ്മൾ സ്കൂളിൽ പോയതിന് ശേഷം അതൊക്കെ ഒതുക്കി വെച്ച് അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിടും. പിന്നെ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് അവർക്ക് അടുത്ത പണി എന്ന് പറഞ്ഞാൽ അവർക്ക് പഠിക്കാൻ ഇരിക്കണമെന്നൊരു പേര്. ബുക്കുകളായാലും അതേപോലെ ഡ്രസ്സുകളായാലും എല്ലാം വലിച്ചു വാരി, കളിപ്പാട്ടങ്ങളായാലും ശരി എല്ലാം അവിടെ ഇവിടെ ഇടും കേട്ടോ. അപ്പോഴേക്കും പാർക്കുട്ടി പിണങ്ങി ഓടി വെളിക്ക് വന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ ഫോൺ എടുക്കുന്ന കണ്ടപ്പോൾ അവൾക്ക് ഒരേ വാശി. ഞാൻ ഡാൻസ് കളിക്കാം, അമ്മ വീഡിയോ എടുക്കുമോ ഫോട്ടോ എടുക്കുമോ എന്ന് പറഞ്ഞിട്ട് ഒരേ കരച്ചിലായിരുന്നു. ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവള് പിണങ്ങി ഓടി. പിന്നെ അവസാനം സമ്മതിച്ചു, അംഗൻവാടി പോകുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞു കേട്ടോ അവളോട്. ഇല്ല, അംഗൻവാടി പോയില്ല. അപ്പൊ അവൾക്ക് ഡാൻസ് കളിക്കണം, അമ്മ വീഡിയോ എടുക്കോ ഫോട്ടോ എടുക്കോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പിണങ്ങി നിൽക്കുകയാണ്. അപ്പോൾ പാറക്കുട്ടി ഇതാ വീഡിയോ എടുത്തിട്ടുണ്ട്, കളിച്ചോ. ഏത് പാട്ടാ കളിക്കണ? ഏത് മൂഡ് എന്നാണ് അവ കളിക്കുന്നത്? കളിക്കാൻ എങ്ങനെയാണ് അറിയില്ല. അതയ്യേ, ഏതാ നിന്റെ സ്റ്റെപ്പ്? ഇഷ്ടമുള്ള സ്റ്റെപ്പ് ഏതാണ്? എന്താ പാർക്കുട്ടിക്ക് അറിയില്ല കേട്ടാ ഡാൻസ് കളിക്കാൻ. നിനക്കൊന്നും അറിയില്ല. പാർക്കുട്ടി പണങ്ങി പോയിട്ടാ. പാർക്കുട്ടിക്ക് ഏത് പാട്ടാ ഇഷ്ടം? ഉടുപ്പ് ചന്തവും ഇല്ല അല്ലെ പാർക്കുട്ടിന്റെ. ഇതാ പാർക്കുട്ടിന്റെ ചങ്ങാതി അതാ. ഇതാണ് പാർക്കുട്ടിന്റെ ഫ്രണ്ട് അല്ലേ. പിടിക്കാൻ കിട്ടുവോ? നമുക്ക് ചീച്ചി വെക്കാന്ന്. അംഗൻവാടി പോണെന്ന്. അങ്ങനെ പാർക്കുട്ടി ഞാനും കൂടി അംഗൻവാടിക്ക് പോവുകയാണ്. അപ്പോൾ അവൾ ഒരേ കരച്ചിലാണ് കേട്ടോ. ഓക്കിലിരുന്നിട്ട് കയ്യിലിരുന്ന് ഒരേ കരച്ചിൽ. അംഗൻവാടി പോകണ്ടാവന്നിട്ട് ഒരേ കരച്ചിലാണ്. ഭയങ്കര മടിയാണ് കേട്ടോ അംഗൻവാടിക്ക് പോകാൻ. നേരത്തെ ചെറുതായിരുന്നപ്പോൾ 1.5 വയസ്സിലൊക്കെ പോയിരുന്നതാണ്. ഇപ്പോൾ ഭയങ്കര മടിയാണ് അംഗൻവാടിക്ക് പോകാൻ. അംഗൻവാടി പോകുക എന്ന് പറഞ്ഞാൽ ഒരേ കരച്ചിലാണ് അവള്. അതേപോലെ തന്നെ അംഗൻവാടി എത്തിയാലും അമ്മ എവിടേക്കാണ്? പാറുക്കുട്ടിയാണ് ഫസ്റ്റ് എല്ലാ ദിവസവും അംഗൻവാടിയിൽ എത്തുന്നത് കേട്ടോ. അതുകൊണ്ട് അവൾക്ക് ചെറിയൊരു വിഷമമുണ്ട്. കാരണം വേറൊന്നുമില്ല, ആരും വന്നിട്ടില്ല. അപ്പം അമ്മ ആക്കിയിട്ട് പോവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടം അവൾക്കുണ്ട്. പക്ഷെ അവൾ അങ്ങനെ ഞാനുണ്ടെങ്കിൽ മാത്രമേ ചെറുതായി ഒന്ന് കഴിയുള്ളൂ. ഞാൻ പോയി കഴിഞ്ഞാൽ അവൾ ഓക്കെ ആവും കേട്ടോ. അങ്ങനെ പാറക്കുട്ടിയെ അംഗൻവാടിയിലിരുത്തി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് നടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അമ്പലം, മാരിയമ്മൻ ക്ഷേത്രമാണ്. ഈ വരുന്ന മാർച്ച് 9, 10 തിങ്കളും ചൊവ്വയും ഇവിടെ പൊങ്കലാണ് കേട്ടോ. മാവിളക്കും പൊങ്കലാണ്. കഴിഞ്ഞ വർഷം 10-ാം തീയതി 11-ാം തീയതി ആയിരുന്നു പൊങ്കൽ വന്നത്. 10ഉം 11. അപ്പോൾ പാറക്കുട്ടിയുടെ പിറന്നാൾ വന്നത് 11-ാം തീയതി ആയതുകൊണ്ട് പൊങ്കൽ ദിവസമായിരുന്നു. ഇപ്രാവശ്യം 9ഉം 10ഉം പൊങ്കൽ വന്നത് കാരണം ഇപ്രാവശ്യം വരുന്നത് 11-ാം തീയതിയാണ് ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ എല്ലാ പൊങ്കലും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസമാണ് പാറക്കുട്ടിൻ്റെ ബർത്ത്ഡേ വരുന്നത് കേട്ടോ, ബർത്ത്ഡേ വരുന്നത്.
അപ്പോൾ ഇത്രയുള്ള ഒരു ചെറിയ വ്ളോഗായിരുന്നു. ഇനി ഇതാ മക്കളിനെയൊക്കെ സ്കൂളിലേക്ക് അയച്ചു. ഇനി വീട്ടു ജോലികൾ അടിച്ചു വിടണം, തുടയ്ക്കണം, ഇനി ബാക്കിയുള്ള പണി ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.